പപ്പു പ്രിയൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അയ്യോ, പപ്പേട്ടൻ എൻ്റെ ഒരു വലിയ വീക്ക്നെസ് ആയിരുന്നു. അതായത് ഞാൻ സിനിമ കാണുന്ന കാലത്ത് ഈറ്റ മുതലുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ കാണുന്ന കാലത്ത് അന്ന് ജഗതി അധികം സിനിമ അഭിനയിക്കുന്ന സമയമല്ല, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ. എനിക്ക് തോന്നുന്നു അമ്പിളിയുടെയൊക്കെ ഒരു കമ്മിങ് അപ്പ് ഓഫ് സിനിമ എന്ന് പറയുന്നത് നമ്മളോടൊക്കെ ഒപ്പമായിരുന്നു. പക്ഷെ പപ്പേട്ടനൊരു പഴയ വീക്ക്നെസ്സാണ് അദ്ദേഹത്തിൻ്റെ. ഈ സാധാരണ ഞാൻ ഒരിക്കലും ഒരു ആക്ടറിനെ നമ്മൾ എഴുതി വെച്ചതിന് മുകളിൽ ഒരു ഡയലോഗ് പറയാൻ സമ്മതിക്കാറില്ല. കാര്യം വെച്ചാൽ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് സമ്മതിക്കാറുള്ളൂ. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഡയലോഗ് ലിങ്ക് സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുകയാണ്. ഒരാൾക്ക് മാത്രമേ ലിബർട്ടി കൊടുക്കാറുള്ളൂ പപ്പേട്ടിന്. അതായത് എന്താണ് എങ്ങനെയാണ് വരുന്നതെന്ന് സച്ച് എ സ്പോണ്ടേനിയസ് ആക്ടർ. അതുപോലെ ഇനിയൊരു ആക്ടർ ഒരുപക്ഷെ അല്ല ഇനി തീർച്ചയായിട്ടും പ്രിയൻ്റെ സിനിമയ്ക്ക് പത്രമാറ്റ് അല്ലെങ്കിൽ 22 ക്യാരറ്റ് നൽകിയിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. തീർച്ചയായിട്ടും ജഗതിയും പപ്പുവേട്ടനൊക്കെ. തീർച്ചയായിട്ടും ഒരുപക്ഷെ പ്രിയൻ എന്നുള്ള ഫിലിം മേക്കറിനെ തളർത്തിക്കളയുന്നത് ഇവരുടെ ആബ്സെൻസ് ആണ്. സത്യമായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്ന പ്രിയന് വേണം വീണ്ടും മാജിക് ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും ഞാനൊരു ഒരു ലാഫബിൾ ഇന്ന് എന്തുകൊണ്ടാണ് പലരും എന്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടൊരു കിലുക്കം പോലൊരു സബ്ജക്റ്റ് ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ തേന്മാവിൻ കൊമ്പ് പൊത്തു പോലൊരു കഥ ആലോചിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പ്രശ്നം ആര് പെർഫോം ചെയ്യും, ആരെ ഇട്ടെടുക്കും. ഇപ്പോൾ ഇന്നത്തെ ആക്ടേഴ്സിനെ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇവർക്ക് അവരോടൊപ്പം ആ ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പഴയത് എല്ലാം നല്ലത്, പുതിയതും അത്ര പോരാ എന്ന് പറയുന്നത് ഒരു സ്ഥിരമുണ്ട്. പക്ഷേ എങ്കിൽ പോലും മലയാള സിനിമയിൽ ചില സൂചകങ്ങളുണ്ട് ശക്തമായിട്ട്. തീർച്ചയായിട്ടും ഈ പഴയ തലമുറയിലെ ഒരുപക്ഷെ നല്ല അഭിനേതാക്കൾ പിന്നീട് നമുക്ക് ആ രൂപത്തിൽ പിന്നീട് പുനർജനിച്ചില്ല. ഇല്ല, അതൊരു വാസ്തവമാണ്. പ്രിയൻ വിശ്വസിക്കുന്നു.